അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. 2 എഗ് വൈറ്റ് സ്ക്രാമ്പിൾ ചെയ്തതും ഓട്സ് സ്മൂത്തി ആയിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. ബാക്കി അതിനകത്ത് സീഡ്സ് ഇട്ട് അത് കഴിച്ചു. രാത്രി ഉണ്ടാക്കി വെച്ച ബിരിയാണി എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ സോയാബീൻ പുലാവ് എന്ന് പറയാം. കിൻവ ഇട്ട് സോയാബീൻ ചങ്ക്സ് ഇട്ട് വെച്ച സംഭവം ഇന്ന് സെറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയാണ്. ഇന്നലെ നല്ലൊരു മഴ പെയ്തു, പക്ഷേ കുറച്ച് ദിവസം നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നു ആ പെയ്തത് അതേപടി വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പോട്ടിങ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാറായിട്ടോ, അതായത് ഇതിൻ്റെ മണ്ണ് നമ്മൾ വർഷത്തിൽ മാറ്റി മാറ്റി കൊടുക്കും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഓൾമോസ്റ്റ് ഒരു 10-30 വർഷത്തോളം ഒരു പരിപാടികൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മേക്കപ്പ് ആയിക്കോട്ടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിനുശേഷം നമ്മുടെ ഐബ്രോസ് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി ഐബ്രോസ് തിന്നാകണ പോലെ തോന്നുമല്ലോ. അതിപ്പോഴാണ് ശരിക്കും ആകാൻ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഫില്ല് ചെയ്യുമ്പം സാധാരണ എല്ലാവർക്കും തന്നെ അറിയാം, ട്യൂട്ടോറിയൽ എല്ലാവരും കാണുന്നതാണല്ലോ. ഈ മിഡിൽ തൊട്ട് ഈ ലാസ്റ്റ് വരെ ഉള്ളതിലോട്ടേക്ക് ഇച്ചിരി ഡാർക്കറായിട്ട് കൊടുക്കും. എന്നിട്ട് ഈ തുടക്കത്തിന്റെ ഭാഗത്ത് അടിയിൽ മാത്രം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത്, കൈകൊണ്ടോ മറ്റേ ബഡ്സ് വെച്ചോ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അപ്പം അതങ്ങനെ ഇച്ചിരി ബോൾഡായിട്ടിരിക്കും. ആദ്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ദിഗംബരൻ ലുക്കൊക്കെ തോന്നുന്നുണ്ടോ. പിന്നെ പയ്യെ പയ്യെ നമ്മൾ അതിനോടങ്ങ് യൂസ്ഡ് ആവും. കാരണം ഐബ്രോസ് ഇല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട്. അപ്പോൾ രാവിലെ ക്യുക്കായിട്ടുള്ളൊരു മോർണിംഗ് കെയർ സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ബ്രഷ് ചെയ്യുന്നു, ഫേസ് വാഷ് വെച്ച് ജസ്റ്റ് ഒന്ന് മുഖം ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു ബേസ് ക്രീം ഇടുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയേക്കുന്നതാണ് ഈ സിറം. എനിക്ക് തോന്നുന്നു ഈ സിറം എന്ന് പറയുന്ന സംഭവമൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിന് ഒരാൾക്ക് ചേരുന്നത് വേറൊരാൾക്ക് ചേരണം എന്നില്ല. അപ്പം നമ്മൾ ശരിക്കും യൂസ് ചെയ്ത ഒരു 2-3 ദിവസമൊക്കെ തൂക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഭയങ്കരമായിട്ടും ഇങ്ങനെ കുരുക്കൾ വരുമോ ഉണങ്ങിയ പോലെയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഒഴിവാക്കുക. അങ്ങനെ ഇപ്പം ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സിറം, അപ്പം ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതും സ്നെയിൽ ക്രീം, ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ കുരുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സിറം തേച്ച് ഉണങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ക്രീം തൂക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു. പക്ഷേ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഇതുവരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റുട്ടീൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കിട്ടിക്കഴിയുമ്പം അതും കാണിക്കാം. എസക്കുട്ടീനെ ഈ റൂമിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ഇത് കണ്ടോ, ലൈറ്റൊക്കെ ഇരിക്കണുണ്ടോ, ഇങ്ങനെ ഓരോ സൈഡ് ഒന്നും ഫ്രെയിം പൊട്ടിച്ചായിരുന്നു. ഇപ്പൊ വേണ്ട നമ്മുടെ ലൈറ്റ് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പം പയ്യെ അവനെ ജോണിക്കുട്ടിയുടെ കൂട്ടത്തിൽ റൂമിലോട്ട് മാറ്റണം നമ്മള്. ഇന്നലെ മഴ പെയ്തെങ്കിലും ഇന്ന് നല്ല സണ്ണായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരേ സൈഡിൽ നിന്ന് പിള്ളേര് സ്കൂളിൽ പോയപ്പം ഇന്ന് ഹറി ആയിട്ടങ്ങ് പോയോണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനും ഒക്കെ ഇരിപ്പുണ്ട്. നമ്മളതെല്ലാം ഒരു സൈഡിൽ നിന്ന് ചെയ്യാം. പിള്ളേരുടെ റൂമിൽ ജസ്റ്റ് ഒന്ന് ബെഡ് വിരിച്ചിട്ടുന്നേ ഉള്ളേ. അവരുടെ റൂമിൽ, ഇവരുടേതല്ല, പിള്ളേരുടെ റൂമിൽ ഒരു സാധനം നമ്മൾ തൊട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയത് അവർക്കും മനസ്സിലാവും എന്നുള്ളതാണ്. അവർക്ക് അവർ തന്നെ ചെയ്യണതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അവർ ചെയ്യട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ബെഡങ്ങ് അലങ്കോലായി കിടന്നത് ഒരു കുറച്ചു നേരം എഴുന്നേറ്റ് ഉടനെ മൂടിയിടില്ല കേട്ടോ. നമ്മൾ ഉറങ്ങി എണീക്കുമ്പം എന്താ പറയണേ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ബെഡ് കവർ ചെയ്ത് റാപ്പ് ചെയ്ത് ഇടരുതെന്ന്. അത് കുറച്ചു നേരം തുറന്ന് ഒന്ന് എയർ ഡ്രൈ ഒക്കെ ആയതിനു ശേഷം നമ്മൾ മൂടിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോണ്ട് ഓടി വന്ന് നമ്മളത് ചെയ്യാറില്ല. ഇച്ചിരി ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡൊക്കെ അങ്ങനെ മൂടിയിടാറുള്ളത്. ആൺപിള്ളേര് പിന്നെ പെൺപിള്ളേരുടെ അത്രയും ഇങ്ങനെ നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു പരിപാടി കുറവാണല്ലോ. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യും, പക്ഷെ അവനൊരു മോട്ടിവേഷൻ ഇല്ല. അവൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കുട്ടി കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും അവൻ അടുക്കി വെച്ചേക്കുന്നതെല്ലാം കുളമായി പോകുന്നത്. അപ്പൊ അതിനാണ്ട് അവന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ പറഞ്ഞ പുള്ളി ചെയ്യും കേട്ടോ. പക്ഷെ ഇവരുടെ പ്രത്യേകത ഇവരുടെ കളിയുടെ രീതികളൊക്കെ ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ പെൺപിള്ളേരുടെ ഇച്ചിരി ഒതുങ്ങിയുള്ള കളിയാണെങ്കിൽ ഇവർ ആൺപിള്ളേരുടെ കുറച്ചുകൂടെ എന്താ വൈൽഡ് ആയിട്ടുള്ള കളികളായിരിക്കും. അതുപോലെ ഇപ്പൊ കളർ ചെയ്യണ സംഭവമൊക്കെ ആണെങ്കിലും എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഈ ഉരച്ചരച്ച് ക്ലീൻ ചെയ്യൽ തന്നെയായിരിക്കും. നമ്മളും മടുക്കും. പിന്നെ അത്യാവശ്യമൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ഇപ്പൊ ബെഡ് വിരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുമ്പോൾ ഉള്ള പോലെ ചെയ്യാം നമുക്ക്. വളരെ നാച്ചുറൽ. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത്ര നേരം ട്വിസ്റ്റ് ചെയ്തിട്ട സംഭവം ഓക്കെ ആവുന്നില്ല. കുറച്ച് പേരുടെ കമന്റ് നമ്മൾ കണ്ടായിരുന്നേ, വേറെ അസുഖങ്ങളും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ലോസിന് വേണ്ടി നോക്കുന്നത് എന്തിനാണ്. പിന്നെ അതുപോലെ മെസ്സേജിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ വണ്ണം കുറയ്ക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ സംഭവം എനിക്ക് ഫീൽ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെയിറ്റ് കൂടിയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ വേദന നന്നായിട്ട് ഉണ്ട്. അപ്പൊ ആദ്യത്തെ കുറെ മാസങ്ങളിലൊക്കെ നമുക്ക് ഡെലിവറിയുടെ ഒരു ഇതായിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോഴും അതിൻ്റെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും വെയിറ്റ് നമ്മൾ കൺട്രോളില്, ഫുഡൊന്നും കഴിക്കാതെ കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട്
വേറെ എക്സ്ട്രാ പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരും. അതറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫുഡ് കൺട്രോൾ ചെയ്ത് മാക്സിമം ന്യൂട്രീഷ്യസ് ആക്കി എക്സർസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ഫിറ്റ് ആവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പം ആയില്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോൾ ആകാനാണ്, പ്രായമായിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് എന്തായാലും ഇപ്രാവശ്യം ചെയ്യണമെന്ന് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ വണ്ണം കുറയണ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പട്ടിണി കിടന്ന് കുറയ്ക്കാം. അങ്ങനെ കുറച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ടർ ഡയറ്റും ഫ്രൂട്ട്സ് ഡയറ്റും അങ്ങനെ ക്രഷ് ഡയറ്റൊക്കെ എടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിച്ച് തന്നെ നമ്മളൊരു നോർമൽ വെയിറ്റിൽ എത്തണം എന്നുള്ളതാണ്. കാരണം കഴിച്ചിട്ട് എത്തുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു 60 days അല്ലെങ്കിൽ എത്ര ഡേയ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ആക്സിഡൻറ്റ് നമ്മളിപ്പോൾ ഇച്ചിരി ഒരു നോർമൽ എമൗണ്ടിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തിരിച്ച് പോയ വെയിറ്റ് തിരിച്ച് കയറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം ഈ പ്രാവശ്യം നിന്ന്. തുടങ്ങിയ ദിവസത്തിനേക്കാളിലൊക്കെ ഒത്തിരി ബെറ്റർ ആയിട്ടോ. ബോഡി മനസ്സ് മൈൻഡൊക്കെ നമ്മൾ അത്യാവശ്യം അതിനോട് യോജിച്ച് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ മാക്സിമം ബിസി ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് അങ്ങ് ഭയങ്കര ഓവറായിട്ട് നമ്മളങ്ങ് പോകുന്നില്ല. പക്ഷെ എന്നാലും ഷുഗറിൻ്റെ ആ ഒരു 2-3 ദിവസത്തേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ ആ നേരത്തെ വീട്ടിലിങ്ങനെ മേടിച്ച് വയ്ക്കും. ഈ കഴിഞ്ഞ ദിവസം ബിസ്ക്കറ്റ് അന്ന് കണ്ടില്ല, നമ്മൾ കണ്ടില്ലേ, കുക്കീസ് മേടിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പം ഒന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓക്കെ ഒരെണ്ണെടുത്ത് കഴിച്ചാലോ എന്ന് തോന്നി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ സംഭവം ഉണ്ടാക്കി അത് കഴിച്ചുകൊണ്ട് അവർ കഴിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. എന്താണേലും ഷുഗറിനോട് എനിക്കൊന്ന് അകലം പാലിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ 60 ദിവസവും നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ കൂടിയാണ് നമുക്ക്. കാരണം ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ജേർണിയുടെ ഭാഗമാണ് താനും. അപ്പോൾ നമ്മൾ എന്താണേലും ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നല്ല തിരക്ക് എന്ന് പറയാൻ നല്ല തിരക്കാണ്. 60 ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. കാരണം 4 പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മുടെ ഫാമിലിയുടെ കാര്യം നോക്കണം, അതിൻ്റെ കൂടുതൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഷിഫ്റ്റ് തന്നെയാണെങ്കിലും നമ്മുടെ ഒരുപോലെയുള്ള ഷിഫ്റ്റ് അല്ല, മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഉണ്ട്, നൈറ്റ് ഉണ്ട്, എല്ലാം മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റുട്ടീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ ഇതെല്ലാം തരണം ചെയ്ത് കുറച്ച് മിനിറ്റ് നമ്മൾ പറ്റുന്ന പോലെ വീഡിയോ ചെയ്യാൻ തന്നെയാട്ടോ നമ്മുടെ ഒരു ആഗ്രഹം ഇപ്രാവശ്യം. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ഒരു എനർജി കൂടെ കിട്ടും കേട്ടോ ഇത് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ജേർണി നമ്മൾ തുടങ്ങിയ ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് കമൻസിൽ ഇപ്പം ഒരാളുടെ കമൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കമൻസിലും നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. അതും പോരാതെ നമുക്ക് മെസ്സേജിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബാക്കപ്പ് സപ്പോർട്ട്, കുറച്ച് പേര് അങ്ങനെ പറഞ്ഞാലും കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഇത് എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് ഓരോ ഇതിന് ചേരുന്ന പോലത്തെ മീൽസ് ഓരോ റെസിപ്പീസ് ഒക്കെ അയച്ചു തരും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതായത് അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ തീരെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം വീട്ടിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മൾ തന്നെ ഇത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോഴേക്കും നമ്മളെ ശരിക്കും നമുക്ക് ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓരോ കാര്യം ചെയ്യാനുള്ളൊരു എനർജി കൂടിയാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാനും കഴിച്ചു, പിള്ളേർക്കും കൊടുത്തല്ലോ. പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അന്നേരം തന്നെ എടുത്ത് വാഷ് ചെയ്ത്, അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റമാണ് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൻ്റെ പോക്ക്. അപ്പം കഴിച്ചു കഴിഞ്ഞ് അത് വെച്ചിട്ട് പോയി അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ട് വേണം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വാഷ് ചെയ്യാനങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് ഇപ്പോൾ ഓൾറെഡി അത് പ്രിപ്പയർഡ് ആണ് തന്നെ. ഇനി പിള്ളേർക്കുള്ള എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് കുക്ക് ചെയ്താലും കൂടെ ഇന്നത്തെ പരിപാടി അങ്ങ് തീർന്നു. അപ്പോഴേക്കും പിന്നെ അവർ വരാനുള്ള സമയമാവും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒതുക്കി പറക്കി വെക്കുകയും ചെയ്യാം. അപ്പോഴേക്കും എത്ര ഡിഷ് വാഷറിൽ എത്ര പാത്രം വെക്കാന്ന് പറഞ്ഞാലും നമ്മുടെ വലിയ പാത്രം കഴിയണമെങ്കിൽ വലിയ ഡിഷ് വാഷർ വേണം. മാനുവൽ ഡിഷ് വാഷർ ഉണ്ടല്ലോ, കയ്യിലോട്ടങ്ങ് കൊടുക്കണം കഞ്ഞി കലമൊക്കെ കഴിയണമെങ്കിൽ. അല്ല, എനിക്കും കഴുകി വയ്ക്കാൻ പറ്റും, പക്ഷെ എന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഇത് എത്ര അടുക്കി പറക്കി ഇട്ടെന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് പിള്ളേര് വന്ന് ഒരു 2-3 തവണ അവർക്ക് ഒരു മീൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട താമസം പിന്നെയും പഴയ മതി. അപ്പം ചെയ്തിട്ട് കഴിഞ്ഞാലും ഒരു അടുത്തൊരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡബിളായിട്ട് ഇതാവും, പിന്നെയും ചെയ്തിട്ട് പിന്നെ ഇതാവും. ഇത് തന്നെ റൊട്ടീൻ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലായിടത്തും ഇതിനൊക്കെ തന്നെ ആയിരിക്കണം അല്ലേ. പണ്ടൊക്കെ നമ്മൾ ആരും ഇല്ലാതിരുന്ന വീട്ടിലെ ആരും ഇല്ലാതെ നമ്മൾ മാത്രം എളുപ്പം ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു.
ഇതിപ്പം എന്താ ഈ പറഞ്ഞല്ലോ, ഒരേ ട്രിപ്പ് കഴിയുന്നു ക്ലീൻ ചെയ്യുന്നു ഇത് തന്നെ ആയി ഇപ്പൊ ഇതൊരു റുട്ടീൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ ചില ദിവസങ്ങളിൽ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. നല്ല മടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് യന്ത്രം പോലെ നമുക്ക് പടന്നുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം ക്ഷീണം നല്ലതായിട്ട് കൂടി വരും. പക്ഷെ ക്ഷീണത്തിലും കൂടുതൽ ചിലപ്പം നമ്മളെ ബാധിക്കുന്ന നമ്മുടെ മൂഡിനെ ആയിരിക്കും. നമുക്ക് നല്ല ക്ഷീണമാണെങ്കിൽ ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കണം. മൂഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ടഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അത്യാവശ്യം പോകുന്നത്. പിള്ളേർക്ക് ഹോംവർക്കിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. പക്ഷേ ഇവിടെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിക്കുട്ടിക്ക് വേണ്ടിയാണ് നമുക്കിപ്പോൾ ഹോംവർക്കിന് ഒരു ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം റീഡിങ്ങിന്റെ ടൈമിലൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെ ചക്കിയുടെയും മാളുവിൻ്റെയും അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ജോൺകുട്ടിയുടെ റീഡിങ് ഇപ്പൊ നമ്മൾ കേട്ടിരുന്നാൽ മതിയല്ലോ ഹോംവർക്കിന്. മാളുവിന്റെ അവള് തന്നെ ചെയ്യുന്നുണ്ട്, ചക്കയുടെ. പിന്നെ ഇവരുടെയൊക്കെ അത്യാവശ്യം ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ പാരന്റ്സ് കൂടുതൽ സൈഡിലിരുന്ന് നമുക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാല് ആഗ്രഹമുണ്ട്. പക്ഷേ ലാംഗ്വേജും പഠിപ്പിക്കുന്ന മെത്തേഡൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഫിനിഷിൻ്റെ. അപ്പം നമ്മൾ പഠിച്ച വന്ന രീതിയൊന്നും അല്ല ഇവർ പഠിക്കുന്നത്. അപ്പോൾ ഇവർ തുടങ്ങുന്നതേ ഉള്ളപ്പം നമ്മൾ നമ്മുടെ ഐഡിയാസ് കൂടെ കൂടത്തി കയറി മിക്സപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചേഞ്ചസ് പോലെ അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ പിന്നെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഉപകാരം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ഒരു ദ്രോഹമായി മാറും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അധികം അവരെ തന്നെ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് അവർക്കത് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് എടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ, കാരണം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ അത് ചോദിച്ച് ടീച്ചർമാർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു കൊടുക്കാനായിട്ട്. കാരണം നല്ല ഡിഫറൻസ്, ഈവൻ മാത്സിലാണെങ്കിലും ഒക്കെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എല്ലാ സംഭവങ്ങളും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനിങ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാന്ന് പറയുമ്പോഴേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ എക്സാക്ട് മീനിങ് ആയിരിക്കണം എന്നില്ല അതിൻ്റെ അകത്ത് ഉള്ള റിയൽ മീനിങ്. അപ്പൊ അതും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ പഠനകാര്യത്തിൽ മാത്രം നമ്മൾ അങ്ങനെ അധികം ഇടപെടാറില്ല. പിന്നെ നമ്മൾ രണ്ട് പാരൻസും വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഷിഫ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് സ്ഥലത്തായതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചാൻ്റെ ഓൾറെഡി ഫിക്സ്ഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇച്ചാൻ ആഴ്ചയിൽ 2 ദിവസം ലോങ് ഷിഫ്റ്റ് ചെയ്യണു, പിന്നെ ഒരു ദിവസം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്, അങ്ങനെ ഒരു 2.5 ഷിഫ്റ്റാണ് 2.5 ദിവസം പോലെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഷിഫ്റ്റ് ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ആഴ്ചയിൽ പോകത്തില്ല. അപ്പം 3 ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് മോർണിംഗ് ഉണ്ടാവും, ഈവനിങ് ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും. അപ്പം നമ്മളതനുസരിച്ച് ഈ ഇച്ചാൻ്റെ ഫിക്സ്ഡ് ആയതുകൊണ്ട് അതനുസരിച്ച് എനിക്ക് ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്തിടാൻ പറ്റും. ആ ദിവസങ്ങളിൽ എടുക്കുന്ന പോലെ ഡബിൾ ഉള്ള ദിവസം ഞാൻ ഓഫ് എടുക്കുന്നു, അങ്ങനത്തെ രീതിയിലാക്കി. അപ്പോൾ പിള്ളേരുടെ കൂട്ടത്തിൽ ആളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ അംഗം ചെയ്തു കേട്ടോ. അപ്പം അത്യാവശ്യം പണികളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ടെസ്റ്റ് വരാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡെഡ് ലൈൻ ഈ മാസത്തിനുള്ളിൽ ഞങ്ങൾ അത് ചെയ്ത് തീർക്കണം. അതായത് എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. മെഡിസിൻ ലൈസൻസ് കിട്ടുന്ന സംഭവം. നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ നഴ്സുമാരും എടുക്കേണ്ട ഒരു ടെസ്റ്റാണത്. അപ്പം 5 വർഷത്തേക്ക് അതിൻ്റെ വാലിഡിറ്റി ഉള്ളു. അപ്പോൾ അതിൻ്റെ തിയറി എല്ലാം പാസ്സായി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഡേറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു കുറച്ച് പ്രാക്ടീസ്, കാൽക്കുലേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ഇച്ചിരി ടൈം കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് ചെയ്തേക്കാമെന്ന്. ലഞ്ച് എടുത്തേക്കുന്നത് നമ്മൾ സോയാബീൻ വെച്ചിട്ട് ഉണ്ടാക്കിയ കിൻവ ബിരിയാണിയാണ് കേട്ടോ. പുലാവ് എന്ന് വേണമെങ്കിൽ പറയാം, ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ. പിന്നെ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൊറിയാണ്ടറും കൂടെയും കൂടിയിട്ട് മുളകൊക്കെ കൂട്ടി അരച്ച് ചേർത്ത യോഗർട്ട്, കുറച്ച് വെള്ളം കൂട്ടി, അതാണ് സോസായിട്ട് എടുത്തേക്കുന്നത്. സൂപ്പറാണ്. ഇപ്പം ഞാൻ മടക്കി വിരിച്ചിട്ട ബെഡാണ്. വന്ന ആദ്യം ബാഗും പോലും ഇറക്കുന്നതിനിപ്പുറം ഓടി വന്നിട്ട് ആ ബെഡ് അങ്ങ് പൊക്കി. എന്തിനാ അങ്ങനെ ചെയ്തേ? എന്തിനാ? ആണോ? ഒന്നുമല്ല, കാണട്ടെ, ബെഡ് ചെയ്യണം, കാണട്ടെ. എന്നാ ഡിഫറൻസ് എന്ന് എനിക്കറിയണം.
ഉണ്ട്, കൊറേ ഉണ്ട്. ചെയ്യ കാണട്ടെ. ഇല്ല, ഇപ്പൊ എനിക്ക് പറ്റില്ല. എനിക്ക് എല്ലാം റെഡി ആവുമ്പോഴാ ചെയ്യണ്ടേ. എന്നതെല്ലാം റെഡി ആവുമ്പോ ഹോംവർക്ക് കഴിയണം. എന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇത് വലിച്ചു പൊക്കിയാ പോരായിരുന്നോ? ഇപ്പഴേ നീ അത് ഇളക്കിയിട്ട് എന്തിനാ? അപ്പൊ സുഖം കിട്ടും. നല്ല സുഖം കിട്ടുമോ? അപ്പൊ ഇതിപ്പോ വിരിച്ചിടുമ്പോ എനിക്ക് നല്ല സുഖം കിട്ടും. അത് ചെയ്യപ്പോയിട്ട് അങ്ങനെ ഇളക്കിയിട്ടിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേഗം ചെയ്യത്. എനിക്ക് ആ ഡിഫറൻസ് കാണണം. ആ അത് മാറിക്കോ. അത് ഡ്രസ്സ് പോലും മാറുന്നതിന് ഇപ്പൊ അത് പൊക്കിയതാ. ചെയ്യാം. Sina nypit juvet. Kuka jouhoi juvet. Sina jouhoit juvet. Kuka leipoi leivän. Sinä leivoit leivän. Kuka siis söi leivän. Sinä söit leivän. അറിയില്ല, നല്ലതാണെന്ന് അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാ. ഓ നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത്. ആഹാ ശരി കേട്ടോ. ഞാനിത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ ഒരു ആഡ് കണ്ടു കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തതാ ഈ ബുക്ക്. നല്ലൊരു ബുക്ക് കേട്ടോ. ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് കുറേ ക്വസ്റ്റ്യൻസും എന്നിട്ട് അതിനുള്ള ആൻസേഴ്സും. മേടിച്ച ഫസ്റ്റ് ബുക്ക് ജോൺകുട്ടി പറഞ്ഞു ജോൺകുട്ടി വായിക്കാന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായില്ലേ? Why do kids lose their baby teeth? Yes. Losing baby teeth is a natural part of growing up. The first set of teeth we get after birth are called baby teeth. As we grow, our mouths get bigger and we need more and larger teeth. Too much. That's when permanent teeth start growing underneath the baby teeth. ഇംഗ്ലീഷ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയില്ലല്ലോ? ഇംഗ്ലീഷ് വായിച്ചത് പഠിപ്പിച്ചിട്ടില്ല. ലെറ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങിയോ? ഇല്ല, ഇംഗ്ലീഷിന്റെ മറ്റേ ലൈക്ക് ഡോഗ് അതുപോലത്തെ പേരുകളൊക്കെ ഈസി ആയില്ല. ആണോ? ഇവര് പോകുന്നത് ഫിന്നിഷ് മീഡിയം സ്കൂളിലാട്ടോ. അവിടെ ഇംഗ്ലീഷ് അല്ല, അവരുടെ ഭാഷ ഫിന്നിഷ് ആണ്. പിന്നെ ഇംഗ്ലീഷ് അവർക്ക് ഒരു റിയൽ സബ്ജക്റ്റ് ആയിട്ട് എഴുതാനും വായിക്കാനും ഒന്നും പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് പരിചയപ്പെടുത്തി തുടങ്ങിയത് മാത്രം. വേർഡ്സ്, ആനിമൽസിന്റെ പേര് അല്ലെ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി തുടങ്ങിയത് മാത്രം. പക്ഷേ ഈ മൂവീസ് കണ്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ജോൺകുട്ടി. നമ്മൾ ഇരുത്തി പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. താനെ ലെറ്റേഴ്സ് ഒക്കെ അവൻ തന്നെ ഇത് ചെയ്ത് വായിക്കുന്നതാണ്. Why do kids look like their parents? ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് വേറെ ലാംഗ്വേജിനെ കുറിച്ച് അധികം അറിയില്ലാത്തവര് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ ജഡ്ജ് ചെയ്ത് കളയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഫിന്നിഷ് ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഭാഷ. ആ ഭാഷ ഒട്ടും അറിയില്ലാത്ത ഒരാൾ വായിക്കുമ്പോൾ എങ്ങനെയിരിക്കും? സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ മലയാളി പിള്ളേരാണെങ്കിലും ഇവർക്ക് എഴുതാനും വായിക്കാനൊന്നും മലയാളം ആയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ആകെ ഒരു ഫിന്നിഷാണ് ഇവർക്ക് എഴുതാനും വായിക്കാനും പറയാനും അറിയാവുന്നത്. അപ്പം എന്താണ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഒരു രീതിയിൽ വായിച്ചു തുടങ്ങിയേക്കുന്നതാണ്. പയ്യെ അങ്ങനെ മലയാളവും പഠിപ്പിച്ചെടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. 1ാം ക്ലാസ്സിലും 2ിലൊക്കെ ജസ്റ്റ് തുടങ്ങുന്നുള്ളൂ. 3 തൊട്ടാകുമ്പോഴേക്കും അതൊരു സബ്ജക്റ്റ് പോലെ പിന്നെ എഴുതാനും വായിക്കാനും ടെസ്റ്റുകളൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. 3ാം ക്ലാസ് തൊട്ട്. ഇവിടെ പിന്നെ 1ാം ക്ലാസ് തുടങ്ങുന്നത് 7 വയസ്സിലാണല്ലോ. Why do kids look like their parents? അത് ഇൻട്രസ്റ്റിംഗ് ആണോ ക്വസ്റ്റ്യൻ? തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പാരന്റ്സിന്റെ ഒക്കെ ഒരു കാരണന്മാർക്കുള്ള കണ്ടിട്ട് തോന്നില്ല? ചെറിയൊരു സാമ്യം ഉണ്ടാവും. എന്തായിരിക്കും അതിന്റെ റീസൺ? Hidden inside your parents' bodies are life codes called genes. Genes are made of DNA and that determine everything from your eye color to your height. Parents
parents pass these genes pass these genes to their children through reproductive cells. കുറച്ച് പാടെ എനിക്ക് വായിച്ചാൽ അത് പരിചയമില്ലാത്ത വേർഡാ. പുതിയ വേർഡ്സ് ഒത്തിരി ഉണ്ടല്ലോ. ഇത് ജിയില് കുറച്ച് പിന്നെ ഇ സോ എ കുറച്ച് അതെങ്ങനെയാ ഡിഫറെന്റ് ആവുന്നേ? ഇംഗ്ലീഷ്. ഓക്കെ. ഫിനിഷിലാണെങ്കിൽ അതെങ്ങനെയാ വായിക്കുന്നത്? ഫിനിഷിലാണെങ്കിൽ ഈ എ ആന്നാ വായിക്കുന്നത് അല്ലേ? അപ്പൊ കൺഫ്യൂഷൻ ആണ്. ജിക്ക് എന്നാ പറയുന്നത് ഫിനിഷില്? അപ്പൊ ലെറ്റേഴ്സിൽ പ്രൊനൗൺസിയേഷൻ വരെ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്ത് റിപ്പീറ്റഡ്ലി 2-3 വട്ടം വായിക്കണം. ഐക്യൂല് എന്തിനാ ഇതുപോലത്തെ പറഞ്ഞ? Why do people fart? നിനക്കറിയാമോ എന്തുകൊണ്ടാണ്? ഗ്യാസ് ഉള്ളതുകൊണ്ട്. എന്നാ എഴുതിയിരിക്കുന്നത്? ഈവൻ നമുക്ക് പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ അതിൽ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അറിഞ്ഞാൽ കൊള്ളാൻ തോന്നിയ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് മേടിച്ചത്. അപ്പൊ ഇതിന്റെ ബിഗിനിങ് തൊട്ടൊരു ഡിസിപ്ലിൻ വേണം നമ്മൾ വായിക്കാൻ. എടുത്ത് ചാടി ഇടയൊന്നും കയറി വായിക്കല്ലോ കേട്ടോ. ഇത് എനിക്ക് പോലും അറിയില്ല. Why do we dream? Why do we dream? എല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് മമ്മ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കും, മമ്മയ്ക്ക് ആൻസർ കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇതിന്റെ അകത്ത് 1,00,000 ചോദ്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. 100,000 അത്രയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് ആൻസർ പറയുമ്പം എന്താണേലും ഗിഫ്റ്റ് ഉറപ്പാണ്. പക്ഷെ ഇത് ഭയങ്കര റഷ് ആയിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാനുള്ള ഈ വെക്കേഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഉള്ള മൈന്യൂട്ട് ഡിഫറൻസ് ആയിട്ട് ഇപ്പൊ കാണുന്നത്. ചെയ്ത് എങ്ങനെയാന്ന് വീഡിയോ പിടിക്കാന്ന് പറയുമ്പോൾ എന്നെ ഓടിച്ചിട്ടത് കാണിച്ചു തന്നില്ല. പക്ഷെ ആഫ്റ്റർ റിസൾട്ട് കൊള്ളാം. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു തരണം. അതും തന്നെ ചെയ്തു തരണം എന്ന് ആണോ? അല്ലെന്ന് ഞാൻ ചെയ്തിടാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വേണ്ടാന്നല്ലേ പറഞ്ഞേ. ഞാൻ എക്സാക്ട് ഇതുപോലെ തന്നെ ചെയ്താലും ഓക്കെ ആണോ ചക്കി? അല്ല, ചക്കിക്ക് തന്നെ ചെയ്യണം. ഇവിടെ എന്നാ പരിപാടി? ഡേ കെയറിൽ നിന്ന് വന്നു ഓരോരോ ഇന്ന് നിമിഷം കൊണ്ട് എത്ര ഇപ്പൊ 2 ജോഡിയാണ് മാറിയത്. ഏനാ കുക്കുമ്പർ തിന്നോ? പല്ല് പോലും ഇല്ലാത്ത കുഞ്ഞപ്പൂപ്പൻ കുക്കുമ്പർ തിന്നുവാ. കാണിച്ച എത്ര പല്ലുണ്ട്? 4 പല്ലുണ്ടോ? ആണ് 4 പല്ലുണ്ടോ? എണ്ണി നോക്കിയോ 4 പല്ല്? നിങ്ങള് എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ ഇപ്പൊ കിടന്നാ? ഏനാ കുഞ്ഞിപ്പല്ല് കാണിച്ചു വെക്കുമായിരുന്നോ? ഓ ദേ കിടക്കണം. കിടക്കാൻ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി വേഗം കിടക്കുന്നു. നോക്ക്. അച്ചോടി അച്ചോടി. എന്റെ 3 പേരും കേക്കുവാണോ? ഓ നുക്കുത്താനാണ് നുക്കുത്താൻ. ആണോ? കേൾക്കുന്നുണ്ടോ ക്രഞ്ചി സൗണ്ട്? കണ്ണി തച്ചോൻ. മമ്മ വരാം. നമുക്കൊരു ഇച്ചിരി കാര്യം കൂടെ ചെയ്ത് തീർക്കാണ്ട് വീണ്ടും വരാം. എൻ്റെ അമ്മച്ചി വിശപ്പെന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ടൊന്ന് പ്രലോഭനം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മധുരത്തിനോടുള്ള ക്രേവിങ്സ് പോകുന്നത്. ചില നേരത്ത് പോവും, ചില നേരത്ത് വരും. അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു രക്ഷയില്ല. അങ്ങേയറ്റം ക്രേവിങ് വരും. നമ്മളെ ചോദിച്ചോടുള്ള 6 ദിവസം. ക്യാരറ്റിന് നല്ല മധുരമുണ്ട്. വാവ്, സോറി. ക്യാരറ്റിന് നല്ല മധുരമുണ്ട്. ഇപ്പോഴെനിക്കത് മനസ്സിലായത്. ഇന്ന് ജിമ്മിൽ പോകാൻ സമയം കിട്ടിയില്ല. പിന്നെ ഇവിടെ ഇരുന്നുള്ള എക്സർസൈസ് ചെയ്ത് എന്തായാലും കൊളാവത്തില്ല. കോമഡി ഷോ ആയി പോകും. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എന്താ കൂടുന്നേ? ഇവിടെ എന്നാ പരിപാടി? ഒളിച്ചും പാത്തൊക്കെ ഇരുന്ന് എന്നാ കളി? ആണോ? ബോളി കിട്ടിയോ? കളിച്ചോ കളിച്ചോ. കളിച്ചോ. ഇച്ചിരൂടെ ഫോഴ്സിലിട്. ബോളിനേക്കാളും സ്പ്രിങ് ആയിട്ട് എസ്പെക്റ്റും ചാടുവാണല്ലോ. ഓഹോ. അപ്പം നമ്മള് ക്രേവിങ്സ് ഒക്കെ ഇങ്ങനെ പച്ചക്കറിയും ഈ സംഭവമൊക്കെ വെച്ച് കഴിച്ച് നമ്മള് സെറ്റിലാക്കാൻ പോകട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിള്ളേർക്കും ഇഷ്ടമാണ്. ഫ്രഷ് ആയിട്ടുള്ള കുക്ക് ചെയ്ത വെജിറ്റബിൾസിനേക്കാളും അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള കൂടുതൽ ഇഷ്ടം. അത് നമ്മൾ കൂടുതൽ ഉണ്ടാക്കും. ഇപ്പം ഇതിപ്പോൾ ഒരു മെയിൻ സംഭവം മാറിയിട്ടുണ്ട്.
നല്ല കേട്ടോ. ഡിപ്പ് വേണം കുഞ്ഞിന്. നമ്മ അതിൻ്റെ ഇത് മുളക് ഇട്ടു. വേറെ ഡിപ്പ്. അയ്യോ ഡിപ്പ് വരാണ്ട് വേറെ. അവന് കയ്യിലോട്ട് എടുത്തപ്പോ തന്നെ ഡിപ്പ് ചെയ്തെടുക്കും. താഴെ ഇട്ടോ പോരാ. എന്നേ എന്നാ എന്നാ വേണോ വേണോ? എന്നാ വേണ്ടിയേ കൊച്ചിന്? ഏതാ വേണ്ടിയേ? ഏതാ വേണ്ടിയേ? നോക്കട്ടെ നോക്കട്ടെ. ബോളാണോ ഡിപ്പ്? കാലൊക്കെ കവച്ച് വെച്ചോടൊക്കെ. പുള്ളിക്ക് കൺഫ്യൂഷൻ എണ്ണ തിന്നണ്ടെന്ന്. ആ മുക്ക് കാണട്ടെ. ഓ ലവ്ലി. അടിപൊളി. അവനത് സഖ്യ വേണ്ടി എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടൊരു ലൂസിക്ക് പോലെ അവർ ഉപയോഗിക്കണം തോന്നുന്നു. ചോ ഈ കുഞ്ഞുവയർ ഉണ്ണിവയറൊക്കെ മൂടി വയ്ക്ക്. നല്ലതാണോ? നല്ലതാണോ? ആ എന്നാ കഴിച്ചോ കഴിച്ചോ. സൂപ്പറാ. ആ ഇന്ന് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് ആഫ്റ്റർ സ്കൂൾ ഹോബിയിൽ പോയായിരുന്നു. മറ്റേ ഈ അസ്കാവരത്തിൽ ഈ ക്രാഫ്റ്റ്സിൻ്റെ അവിടെ. അപ്പം ഞാൻ ഇന്ന് മദർസ് ഡേക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്സ് ഉണ്ടാക്കുമായിരുന്നു മമ്മയ്ക്ക്. ഇതുപോലത്തെ പൈപ്പ് ക്ലീനർ ഫ്ലവേഴ്സ്. നല്ല കളറൊന്നും ഇല്ലായിരുന്നു, അത് ഇച്ചിരി അഗ്ലിയാ. ഞാൻ കുറച്ച് കളേഴ്സ് കൊണ്ടുവന്നായിരുന്നു വീട്ടിൽ കുറച്ചുണ്ടാക്കാൻ. എന്നിട്ട് ഇതുപോലത്തെ ഒരു പൗച്ച്, ഇത് മേക്കപ്പിന് വേണ്ടിയായിരുന്നു, പക്ഷെ പെൻസിൽ കേസ് പോലെയായിപ്പോയി. കുഴപ്പമില്ല. ഇതുപോലെ പൂക്കളുടെ പാറ്റേൺ, പുറത്ത് ഒരു യെല്ലോ സിപ്പർ, എന്നിട്ട് അകത്ത് യെല്ലോ കളർ. ഇതുപോലെ സ്പേസ് വേണം. ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. മാളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. മാളെന്താ പഠിക്കണേ? ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ പഠിക്കുക. എനിക്ക് നാളെ അതിൻ്റെ എക്സാം ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്ത് പ്രോട്ടീന്, ഹീലിഹിഡ്രാത്തി എന്നാ എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, എന്നിട്ട് ഫാറ്റ്, ഹിവനൈന്, പിന്നെ വൈറ്റമിൻസ്, എന്നിട്ട് എനർജീസ്, പിന്നെ വൈറ്റമിൻസ് എന്തൊക്കെയാണ് ഉള്ളത്, നല്ല ഫാറ്റ്, പിന്നെ മറ്റേ ഹെവി ഫാറ്റ്, പിന്നെ ഈ സിങ്ക്, മാഗ്നീഷ്യം, നത്രിയും, അത് ആ കാര്യങ്ങളെ കുറിച്ചും പഠിക്കുക. അതുകളൊക്കെ എക്സാമിൽ വരും. എപ്പോഴാണ് ഇത്? എപ്പോഴാണ് ടെസ്റ്റ്? അതാ ഞാൻ പറയാം, നാളെ. മെയിനായിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അകത്തുള്ളത് ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കേണ്ടതല്ലേ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടി, പിന്നെ നല്ല എക്സർസൈസും ബോഡീൻ്റെ പോസ്റ്റുറും, പിന്നെ ഹാബിറ്റ്സൊക്കെ, ലൈഫ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ളത്. എന്നിട്ട് തെർവേസ്തിയത്വമാണ് ഞങ്ങൾ ഫിനിഷ് പറയണം. എന്നിട്ട് അതിൻ്റെ ഒപ്പം വേറൊരു സബ്ജക്റ്റ് ഉണ്ട്, സെയിം ഒപ്പം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒപ്പിലാസ് ഓഹിയാമോ. അതിൻ്റെ അകത്ത് ഈ സ്റ്റുഡൻസിനെ ഇങ്ങനെ നല്ല സ്റ്റുഡൻസ് ആക്കുന്ന ടൈപ്പ് ഒരു സബ്ജക്റ്റ് പോലെ. അതിൻ്റെ അകത്ത് സ്കൂളിൻ്റെ റൂൾസിനെ കുറിച്ച് പഠിക്കും, സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കേണ്ടത്, അതുപോലത്തെ ടൈപ്പ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ്. അത് ഈ സെക്ഷനിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ നോട്ട്സ് എടുക്കും, മോട്ടിവേഷന്, മെമ്മറി എല്ലാം ഇത്. എന്നിട്ട് വേറെ ഒന്നും തരാം. എന്നിട്ട് ഫീലിങ്സൊക്കെ, നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവ് തോട്ട്സൊക്കെ അതിനെക്കുറിച്ച് പഠിക്കും ഈ സബ്ജക്റ്റിൽ. എന്നിട്ട് മറ്റേ നമ്മുടെ ഫീലിങ്സ് അതിനെക്കുറിച്ചുള്ളത് പഠിക്കും. എന്നിട്ട് ഇത് ഞങ്ങൾ പോസ്റ്ററിനെ കുറിച്ച് ഇത് ചെയ്യണത്. ടീച്ചർ പറഞ്ഞ് ഞങ്ങളുടെ പോസ്റ്റർ ഇപ്പോഴത്തെ വരയ്ക്കാൻ. എൻ്റെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കാല് മുടക്കിയിടും, എന്നിട്ട് ഇങ്ങനെ ടിപ്സ് നല്ലതായിട്ടുള്ളത് വരയ്ക്കാൻ വേണ്ടി. ഈ വർഷത്തെ നമ്മുടെ ലാസ്റ്റ് ബ്ലൂബെറി ബോക്സ് ആട്ടോ. ഇതുപോലത്തെ ഒരു 10-15 പാക്കറ്റ് നമുക്ക് വെച്ച് നമ്മൾ നല്ലതായിട്ട് യൂസ് ചെയ്തു. പക്ഷെ കഴിഞ്ഞ സമ്മറിൽ നമ്മൾ ബ്ലൂബെറി വരയ്ക്കാൻ പോകാത്തതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തീർന്നു പോയത്. അല്ലെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ ഉള്ള ബ്ലൂബെറി കിട്ടിയാൽ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂബെറി സ്മൂതി. പിന്നെ പാൻ കേക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കും, അങ്ങനെ എല്ലാ രീതിയിലും യൂസ് ചെയ്യും. അപ്പം ഇന്നിപ്പോൾ ഡിന്നറിന് നമുക്ക് ക്വിക്കായിട്ടൊരു ബ്ലൂബെറി സ്മൂതി അടിച്ചു കൊടുക്കാം പിള്ളേർക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നില്ല. ഞാൻ ആ കൊതി പിടിച്ച് ഉള്ള വെജിറ്റബിൾസ് മുഴുവൻ തിന്നിട്ട് എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. നമ്മൾ പിന്നെ കാട്ടിൽ നിന്ന് പറിക്കുന്ന ബ്ലൂബെറി ആട്ടോ അതിൻ്റെ ഫുള്ള് ഏറ്റവും വൈറ്റമിൻ ലെവലൊക്കെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും നല്ല സാധനം നമ്മൾ കാട്ടിൽ നിന്ന് പറിക്കുന്നതാണ്. ഈ കടയിൽ നിന്ന് മേടിക്കുമ്പം നമുക്ക് ഫ്രോസൺ വൈൽഡ് ബ്ലൂബെറി മേടിക്കുമ്പം അത് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ അല്ലാതെ മേടിക്കുന്ന ബ്ലൂബെറീസ് ഉണ്ടല്ലോ ഫ്രഷ്, ഇച്ചിരി വലിപ്പം കൂടിയ ടൈപ്പിലുള്ള, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രയും വിറ്റമിൻ ഇല്ല, ഇതിന് അത്രയും കളറില്ല, ടേസ്റ്റും കൂടുതൽ ഇതിനാട്ടോ.
നമ്മളിവിടെ വന്നിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം പൈസ കൊടുത്ത് മേടിക്കാത്ത ഒരേ ഒരെണ്ണം ബ്ലൂബെറി മാത്രമുള്ള കേട്ടോ. ഇഷ്ടംപോലെ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വരാൻ പെർമിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പറിക്കാം. ബ്ലൂബെറിയുടെ കൂടുതൽ നമ്മൾ പഴമാട്ടോ മധുരത്തിന്, പഴം യോഗർട്ടും കൂടെ ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് ലൂസാക്കാനായിട്ട് പാൽ ഒഴിക്കും. നമ്മളൊരു വനിലയുടെ ഒരു പിഞ്ച് ഇതിൽ ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂട്ടി ഹണി മധുരത്തിന് വേണ്ടി ചേർക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കാലറി സെറ്റ് ആയിക്കോളും. ഇതിനകത്ത് സോൾട്ടഡ് നട്ട്സ് ഉണ്ട്. അപ്പം ഒരു പിഞ്ച് സോൾട്ട് നമ്മൾ എന്നാ സാധനം ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് മധുരം ഉള്ളത് ഉണ്ടാക്കുമ്പം ആഡ് ചെയ്താൽ നല്ലതെന്ന് പറയാറ് ശരി കേട്ടോ. ഒരു മാജിക് ടച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അമ്മ എൻ്റെ മറ്റേ അപ്പി വരുമ്പോൾ എനിക്ക് പാടല്ലേ വെള്ളപ്പം. അവരാണെങ്കിൽ അമ്മ പറഞ്ഞു ഈ വെള്ളം കുടിച്ചില്ലാത്തതുകൊണ്ട് കുറേ വെള്ളം കുടിച്ചാൽ പോകാൻ. അപ്പുറം ഇന്നോർത്ത് ചുമ്മാ കള്ളം പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ വെള്ളം കുടിച്ചാൽ. പക്ഷേ എന്നിട്ട് ഈ ബുക്കിൽ പറഞ്ഞേക്കണേ. ഞാനൊരു ആഡ് കണ്ടത് ആ ബുക്ക്, ബിൽഡിംഗ് ദ അൾട്ടിമേറ്റ് ബ്രെയിൻ ഫോർ കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 100,000 വൈസ് കുറേ ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സും അത് നല്ല പടമൊക്കെ കൊടുത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്കാന്ന് കണ്ടു കഴിഞ്ഞപ്പം മേടിച്ചതാട്ടോ. ഓൺലൈൻ വാങ്ങിയതാണ്. കൈ മറ്റിക്ക് വെച്ച ഇതാണ് ബുക്കിന്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരസ്യത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര, അതായത് 100,000 ക്വസ്റ്റ്യൻസ് ഫോർ കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കുറച്ചുകൂടെ ഒരു ഇച്ചിരി കനമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പിള്ളേർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഇതാണ്. പക്ഷെ 34 യൂറോ കേട്ടോ. അപ്പം യൂറോ വെച്ചപ്പോൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള ബുക്ക് ആകാമായിരുന്നു. എങ്ങനെയുണ്ട് സ്മൂതി? എനിക്ക് കുറച്ച് നാളായില്ല നമ്മൾ സ്മൂതി അടിച്ചിട്ടാ. ഞാൻ ഓർത്താലും സ്മൂതി കിട്ടിയാൽ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? പണ്ടത്തേക്ക് സ്വീറ്റർ ആയിരുന്നു. കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. മാൾ ടേസ്റ്റ് ചെയ്തില്ല അപ്പം? ഞാൻ കഴിച്ചു. ആണോ? അല്ലെങ്കിൽ അങ്ങനെ ടേസ്റ്റ് പറയൂ. കുറച്ചുകൂടെ സ്വീറ്റ്നെസ് വേണമായിരുന്നു അല്ലേ? നല്ലതാണോ? നല്ല സൂപ്പർ ഉറക്കമായിരുന്നേ യേസക്കുട്ടൻ. അവൻ എഴുന്നേറ്റ് വരണമെന്ന് പോലും ഇല്ലായിരുന്നു. അവൻ അവിടെ തന്നെ എന്നെ കരഞ്ഞ് അവിടെ കിടത്താൻ നോക്കി. പക്ഷെ ഇവർക്ക് സ്മൂതി കൊടുക്കണമല്ലോ. എന്നിട്ട് അമ്മ സ്മൂതി തരട്ടെ? കുഞ്ഞിന് ഇഷ്ടമാണോ നോക്കിയേ? യമ്മിയാണോ നോക്കിയേ? ഇഷ്ടപ്പെട്ടോ? ഇച്ചിരൂടെ കുച്ചാലോ? മുത്ത് ഇച്ചിരൂടെ കുച്ചാലോ? ഇവിടെ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ഡോക്യുമെന്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി അങ്ങനെ മീൽ പ്രിപ്പയർ അങ്ങ് കുക്ക് ചെയ്യാനുള്ളൊരു ഇതും ഇന്ന് സാധിച്ചില്ല. നമ്മുടെ ഈ തിരക്കുള്ള ഷെഡ്യൂൾ കാരണം പറ്റുന്നില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ പക്കയായിട്ട് ചിട്ടയായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. കാണാം. ബൈ ബൈ.